ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. എന്താ വരുന്നത്? ഓക്കെ, എന്താ ഇതിന്റെ ഷോർട്ട് ഫോം? IEPF അല്ലേ? ഇത് നമ്മള് കണ്ടിരുന്നോ നേരത്തെ? ഇതേ നോക്കിയേ, ട്രാൻസ്ഫർ ടു എങ്ങോട്ടാണ്? IEPF ആണ് അല്ലെ, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അല്ലെ. അപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുന്ന കേസുകൾ ഒരുപാടില്ലേ? അപ്പൊ ഇൻവെസ്റ്ററിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെ, ഇൻവെസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടാണ് ഏത്? IEPF. ഓക്കെ, നോക്കിക്കേ, എസ്റ്റാബ്ലിഷ്മെന്റ്. ആരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, എസ്റ്റാബ്ലിഷസ് ദി ഫണ്ട്. ഓക്കെ, നോക്കിക്കേ, ഈ IEPF എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അല്ലേ? ഫണ്ടാണ്. ഓക്കെ, അപ്പം ഇതിലെ എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയേക്കുന്നതാണ്? നോക്കിക്കേ, ക്രെഡിറ്റ്സ് ഇൻക്ലൂഡ് ഗ്രാന്റ്, ഡൊണേഷൻ, unpaid dividend, matured deposit, matured debentures, the interest or other income received out of the investments made from the fund, etc. അല്ലെ, ഇത് മാത്രമല്ല വേറെ കേസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നു അല്ലെ, ഡൊണേഷൻസ്, അൺപെയ്ഡ് ഡിവിഡൻസ്, മച്ചുവേർഡ് ഡെപ്പോസിറ്റ്സ്. ഇപ്പം അൺപെയ്ഡ് ഡിവിഡൻഡ് ഇല്ല, അൺപെയ്ഡ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അതിങ്ങോട്ട് മാറ്റില്ലേ IPF-ലോട്ട്. അതേപോലെ ഡെപ്പോസിറ്റും അൺക്ലെയിംഡ് ആയിട്ട് കിടക്കാം അല്ലെ, ഡിബെഞ്ചേഴ്സ് അൺക്ലെയിംഡ് ആയിട്ട് കിടക്കാം അല്ലെ. നോക്കിയേ, മച്ചുവേർഡ് ഡെപ്പോസിറ്റ്, ഡിബെഞ്ചേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യും? IEPF-ലോട്ട് വരാം അല്ലെ. പിന്നെ നോക്കിയേ, IEPF-ൽ നിന്ന് പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടി അല്ലെങ്കിൽ അതർ ഇൻകം കിട്ടി. നോക്കിയത് ഇൻട്രസ്റ്റ് ഓർ അതർ ഇൻകം റിസീവ്ഡ് ഔട്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്സ് മെയ്ഡ് ഫ്രം ദി ഫണ്ട് അല്ലെ. അപ്പൊ പല രീതിയിൽ IEPF-ലോട്ട് എന്ത് ചെയ്യാം? പൈസ വരാം. ഓക്കെ, നെക്സ്റ്റ് യൂട്ടിലൈസേഷൻ അല്ലെ. IEPF-ലെ പൈസ എന്തിന് യൂട്ടിലൈസ് ചെയ്യാം അല്ലെ? ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റീഫണ്ട് ഓഫ് അൺക്ലെയിംഡ് അമൗണ്ട്സ്, പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ഗോർജ്ഡ് അമൗണ്ട്സ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ്, അതർ ഇൻസിഡന്റൽ പർപ്പസസ് ആസ് പ്രിസ്ക്രൈബ്ഡ് അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ നോക്കിയേ, റീഫണ്ട് ഓഫ് അൺക്ലെയിംഡ് അമൗണ്ട്സ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് സെക്ഷൻ ഏതാ വരുന്നത്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 125 ആണ്. ഓക്കെ, സെക്ഷൻ 125 ആണ് IPF-ന്റെ സെക്ഷൻ വരുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ വർഷങ്ങളോളം ഈ പൈസ കിടക്കും അല്ലെ. നോക്കിയേ, അൺപെയ്ഡ് ഫോർ 7 consecutive years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പൈസ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? IEPF-ലോട്ട്. ഓക്കെ, ഇപ്പം അൺക്ലെയിംഡ് ആയിട്ട് ഒരു ഡിവിഡൻഡ് 10 കൊല്ലമായെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ പൈസ എവിടെ ആയിരിക്കും? IEPF-ലായിരിക്കും. ഇപ്പൊ ഷെയർ ഹോൾഡർ വന്നിട്ട് അത് ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല അല്ലേ. അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, അയാളുടെ പൈസ അല്ലേ. IPF-ൽ വന്ന് ക്ലെയിം ചെയ്യുക അല്ലെ. IPF-ൽ കിടക്കുന്ന പൈസ IPF അതോറിറ്റിയുടെ അടുത്ത് എന്ത് ചെയ്യുക? ക്ലെയിം ചെയ്യുക. ഓക്കെ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അയാളുടെ പൈസയാണ്, ഷെയർ ഹോൾഡറിന്റെ പൈസയാണ്, ഡിവിഡൻഡ് അൺക്ലെയിംഡ് ആയിട്ട് കിടന്നതാണ്. ഓക്കെ, ഫൈൻ. കൊല്ലങ്ങൾക്ക് ശേഷം അയാൾ വന്ന് ചോദിക്കുക, അയാളുടെ പൈസ അയാൾക്ക് കൊടുത്തോണം അല്ലെ. അയാളുടെ പൈസ എന്ത് ചെയ്യണം? അയാൾക്ക് കൊടുത്തോണം. നമുക്ക് സെക്ഷൻ 125 സബ്സെക്ഷൻ 3 ഒന്ന് നോക്കാം. നോക്കിയേ, the fund shall be utilized for the refund in respect of unclaimed dividends, matured deposits, matured debentures, the application money due for refund and interest thereon അല്ലെ. അപ്പൊ അൺക്ലെയിംഡ് ആയിട്ടുള്ള എമൗണ്ട്സ് വന്ന് എന്ത് ചെയ്യും? IPF-ൽ കിടക്കുവാണെങ്കിൽ അവിടുന്ന് ക്ലെയിം ചെയ്യും. അപ്പൊ ആ പൈസ എന്ത് ചെയ്യണം? അർഹതപ്പെട്ട ആൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റ്, പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പം ഇൻവെസ്റ്ററിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവയർനെസ് നടത്തുക, പ്രൊട്ടക്ഷൻ, അതിനു വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക? അതിനു വേണ്ടിയൊക്കെ ഉള്ള പ്രൊമോഷൻ അല്ലെ. പ്രൊമോഷൻസ് ഓഫ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റർ അവയർനെസ്, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇതിലെ പൈസ യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ, ഇൻവെസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ, ഇൻവെസ്റ്ററിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ, അവയർനെസിന്റെ കാര്യത്തിൽ എന്താണ്? അവയർനെസ് ഒക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? പൈസ യൂസ് ചെയ്യാം. നോക്കിക്കേ, അടുത്ത പോയിന്റ് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ഗോർജ്ഡ് അമൗണ്ട്സ് അല്ലെ. എന്താ ഡിസ്ഗോർജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഡിസ്ഗോർജ് എന്ന് വെച്ചാൽ അന്യായമായി നേടിയത് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അന്യായമായി നേടിയത് തിരികെ കൊടുക്കുക. അപ്പൊ നമുക്ക് സെക്ഷൻ 125 ഉണ്ട് അല്ലെ IPF-ന്റെ.
അതിൻ്റെ അകത്ത് ഫണ്ട് യൂട്ടിലൈസേഷനെ പറ്റി പറയുന്നത് സബ്സെക്ഷൻ 3 ആണ്. അതിൻ്റെ അകത്തെ മൂന്നാമത്തെ പോയിന്റ് ആണ്, സി പോയിന്റ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി ഡിസ്ഗോർജ്ഡ് എമൗണ്ടും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് കൂടുതലായിട്ട് പോകുന്നതിന് മുന്നേ സബ്സെക്ഷൻ 2 ഒന്ന് നോക്കാം അല്ലെ. അവിടെ എന്താ പറയുന്നത്? അതിൻ്റെ അകത്ത് എല്ലാം ഇവിടെ ഞാൻ പറയുന്നില്ല, ഒരു പോയിന്റ് നോക്കാനാണ് പോകുന്നത്. There shall be credited to the fund. ഫണ്ടിലോട്ട് എങ്ങനെ പൈസ വരും, IEPF എങ്ങനെ പൈസ വരും? അതിൻ്റെ അകത്ത് ജി പോയിന്റ് ഉണ്ട്. The amount received under subsection 4 of section 38. അല്ലേ? സെക്ഷൻ 38 നമുക്ക് നോക്കാം അല്ലേ. നോക്കിയേ, പണിഷ്മെന്റ് ഫോർ പേഴ്സണേഷൻ ഫോർ അക്വസിഷൻ എക്സെട്ര ഓഫ് സെക്യൂരിറ്റീസ്. നോക്കിയേ, ഇവിടെ എന്താ ഇത് പറയുന്നത്? സബ്സെക്ഷൻ 1 പറയുന്നത് എനി പേഴ്സൺ ഹു മേക്സ് ഓർ അബറ്റ്സ് മേക്കിംഗ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഇൻ എ ഫിക്ടീഷ്യസ് നെയിം. അല്ലേ? അപ്പൊ ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഒരു പേരിൽ അല്ലെ, അപ്പൊ ഒരു വ്യാജ പേരിൽ എന്ത് ചെയ്യുവാണ്? ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്തിനാ? ഫിക്ടീഷ്യസ് നെയിം, ഇൻ എ ഫിക്ടീഷ്യസ് നെയിം ടു എ കമ്പനി ഫോർ അക്വയറിംഗ് ഓർ സബ്സ്ക്രൈബിംഗ് ഫോർ ഇറ്റ്സ് സെക്യൂരിറ്റീസ്. അല്ലേ? അപ്പൊ അവിടെ കള്ളത്തരം എല്ലാം കാണിക്കുന്ന. യെസ്. 2, മേക്ക് ഓർ അബേറ്റ്സ് മേക്കിംഗ് ഓഫ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ടു എ കമ്പനി ഇൻ ഡിഫറെന്റ് നെയിംസ് ഓർ ഇൻ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഹിസ് നെയിം ഓർ സർനെയിം ഫോർ അക്വയറിംഗ് ഓർ സബ്സ്ക്രൈബിംഗ് ഫോർ ഇറ്റ്സ് സെക്യൂരിറ്റീസ്. അല്ലേ? അപ്പൊ അവിടെ എന്താ? മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് നെയിംസ് ഓർ ഇൻ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഹിസ് നെയിം. ഇപ്പൊ എന്റെ പേര് ആസിഫ് അലി എന്ന, എന്താണ്? ASIF.A അല്ലെങ്കിൽ ആസിഫ് എന്താണ് അലി എന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്യുക? A.Ali അല്ലെ, ആസിഫ് എന്നുള്ള മൊത്തം കൊടുക്കുന്നില്ല അല്ലെ. അങ്ങനെ അപ്പം എന്താണ്? ഞാൻ അവിടെ പല കോമ്പിനേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ്? ഓർ അതർവൈസ് ഇൻഡ്യൂസസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എ കമ്പനി ടു അലോട്ട് ഓർ രജിസ്റ്റർ എനി ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ടു ഹിം ഓർ ടു എനി അതർ പേഴ്സൺ ഇൻ എ ഫിക്ടീഷ്യസ് നെയിം അല്ലെ, ഷാൽ ബി ലയബിൾ ഫോർ ആക്ഷൻ അണ്ടർ സെക്ഷൻ 447. എന്താ സെക്ഷൻ 447? ഫ്രോഡിന്റെ സെക്ഷനാണ് അല്ലെ. അപ്പൊ ഫിക്ടീഷ്യസ് നെയിം, വ്യാജ പേരിൽ, കള്ളപ്പേരിൽ എന്ത് ചെയ്യുവാണ്? ഷെയർ വാങ്ങിച്ചെടുക്കുക അല്ലെ. അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അല്ല, ഫ്രോഡാണ് അല്ലെ. അതല്ലേ സെക്ഷൻ 447 വരുന്നേ, ഫ്രോഡ് ആയതുകൊണ്ടല്ലേ. യെസ്. നോക്കിയേ, ഇനി സബ്സെക്ഷൻ 3 നോക്കിയേ. വേറെ പേഴ്സൺ ഹാസ് ബീൻ കൺവിക്റ്റഡ് അണ്ടർ ദിസ് സെക്ഷൻ. ഉടായ്പ കാണിച്ചതിന് പിടിച്ചു. കോർട്ട് മേ ഓൾസോ ഓർഡർ ഡിസ്ഗോർജ്മെന്റ് ഓഫ് ഗെയിൻ അല്ലെ, ഇഫ് എനി മെയ്ഡ് ബൈ ആൻഡ് സീഷർ ആൻഡ് ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റി ഇൻ പൊസഷൻ ഓഫ് സച്ച് പേഴ്സൺ അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇയാൾ അന്യായമായിട്ട് നേടിയത് അല്ലെ, നേടിയ ലാഭം, ഗെയിൻ അല്ലെ, അതെന്ത് ചെയ്യുക? ഇയാളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കോടതിക്ക് ഓർഡർ ഇടാം. ഓക്കെ, ആൻഡ് അല്ലെ സീഷർ ആൻഡ് ഡിസ്പോസൽ ഓഫ് ദ സെക്യൂരിറ്റി. അപ്പൊ ഇയാൾ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് നേടിയെടുത്ത സെക്യൂരിറ്റീസ് ഇല്ലേ, അത് പിടിച്ചെടുത്ത് ഡിസ്പോസൽ അല്ലെ, ഡിസ്പോസൽ ചെയ്യാനുള്ള ഓർഡറും കോടതിക്കിടാം. അപ്പം നോക്കിയാ, അപ്പൊ ഇയാളുടെ കയ്യിൽ നിന്നും ഇയാൾ അന്യായമായിട്ട് നേടിയെടുത്ത ഗെയിൻ പിടിച്ചെടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? സെക്യൂരിറ്റീസ് ഡിസ്പോസ് ചെയ്യുക. അപ്പൊ ആ പൈസ ഇല്ലേ, എമൗണ്ട് ഇല്ലേ, അത് എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യണം? നോക്കിയ ഇത് എമൗണ്ട് അല്ലെ. 4ാമത്തെ പോയിന്റ് നോക്കിയ, 4ാമത്തെ സബ്സെക്ഷൻ ദ എമൗണ്ട് റിസീവ്ഡ് ത്രൂ ഡിസ്ഗോർജ്മെന്റ് ഓർ ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റി അണ്ടർ സബ്സെക്ഷൻ 3 ഷാൽ ബി ക്രെഡിറ്റഡ് ടു ഏതാടാ? IEPF, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, സെക്ഷൻ 38ന്റെ കീഴിൽ അല്ലെ, അവിടെ ഡിസ്ഗോർജ്മെന്റ് ഓഫ് ഗെയിൻ അല്ലെ, അന്യായമായിട്ട് ഇയാൾ നേടിയെടുത്ത ലാഭം അല്ലെ, ഗെയിൻ, അത് പിടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റി നടക്കുകയാണ്. അപ്പൊ ഈ എമൗണ്ട് എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? IEPF-ലോട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. IEPF-ലോട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി പോയിന്റിലോട്ട് വരാം. Distribution of any disgorged amount among eligible and identifiable applicants for shares or debentures, shareholders, debenture holders or depositors who have suffered loss due to wrong action by any person in accordance with the orders made by the court which had ordered disgorgement. അല്ലേ? നോക്കിയേ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയ, അന്യായമായിട്ട് നേടിയത് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു അല്ലേ. യെസ്, ആ പൈസ ഇപ്പൊ എവിടെയാ? IEPF-ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി ഡിസ്ഗോർജ്ഡ് എമൗണ്ട്, ഇങ്ങനെ പിടിച്ചെടുത്ത എമൗണ്ട് അല്ലെ, അന്യായമായിട്ട് നേടിയത് അയാളുടെ കയ്യിൽ നിന്നും, ആ കള്ളന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചു. ആ എമൗണ്ട് IEPF-ല. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി ഡിസ്ഗോർജ്ഡ് എമൗണ്ട് among whom eligible and identifiable applicants for shares, debentures, shareholders, debenture holders or depositors അല്ലെ. ഏതാ കേസ്? who have suffered loss due to wrong action by any person in accordance with the order made by court which had ordered disgorgement അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ഷെയർ
അല്ലെങ്കിൽ ഡിബെഞ്ചർ, ഇതിനൊക്കെ വേണ്ടി ആപ്ലിക്കേഷൻസ് കൊടുത്തു. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കേസ് പറയുന്നുണ്ട്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ കേസ് പറയുന്നുണ്ട്, ഡെപ്പോസിറ്റേഴ്സിന്റെ കേസ് പറയുന്നുണ്ട്. ഹു ഹാവ് സഫേർഡ് ലോസസ് ഡ്യൂ ടു റോങ് ആക്ഷൻ ബൈ എനി പേഴ്സൺ, അല്ലേ? അപ്പൊ ഇവർക്ക് നഷ്ടം സംഭവിച്ചു, അല്ലേ? ആർക്കാണ്? ഷെയർ ആപ്ലിക്കൻ, ഡിബെഞ്ചർ ആപ്ലിക്കൻ, ഷെയർ ഹോൾഡേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ്, അല്ലേ? ഹു ഹാവ് സഫേർഡ് ലോസ് ഡ്യൂ ടു റോങ് ആക്ഷൻ ബൈ എനി പേഴ്സൺ. എന്താണ്? അവർക്ക്, അല്ലേ? അവർക്ക് എന്ത് ചെയ്യാണ്? അവർക്ക് നഷ്ടം സംഭവിച്ചില്ലേ? യെസ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ ഈ പിടിച്ചെടുത്ത എന്താണ് പൈസ ഇല്ലേ, ഡിസ്ഗോർജ്ഡ് എമൗണ്ട്, അല്ലെ? അതെന്ത് ചെയ്യുവാണ്? എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, നോക്കിയേ. പിന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഓർഡേഴ്സ് മെയ്ഡ് ബൈ കോർട്ട് വിച്ച് ഹാഡ് ഓർഡേർഡ് ഡിസ്ഗോർജ്മെന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? 4ാമത്തെ പോയിന്റ്. യെസ്, അടുത്തത് റീഇംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ്. ഈ ലീഗൽ എക്സ്പെൻസ് എന്ന് പറയുമ്പം എല്ലാ ലീഗൽ എക്സ്പെൻസും റീഇംബേഴ്സ് ചെയ്യുന്ന കേസ് ആണോ? അല്ല. നോക്കിയേ, ഡി ഇവിടെ പറയുന്നുണ്ട് റീഇംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ പർസ്യൂയിങ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് അണ്ടർ സെക്ഷൻ 37 and 245 ബൈ മെമ്പേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ് ആസ് മേ ബി സാങ്ഷൻഡ് ബൈ ട്രിബ്യൂണൽ. അല്ലേ? നോക്കിയേ, ഇത് ഏത് കേസിലാ റീഇംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ്? അല്ലെ? ഇൻകേർഡ് ഇൻ പർസ്യൂയിങ് ഏതാണ്? ക്ലാസ് ആക്ഷൻ സ്യൂട്ട് അണ്ടർ വിച്ച് സെക്ഷൻ? അണ്ടർ സെക്ഷൻ 37 and 245 ബൈ whom? ബൈ മെമ്പേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ് as may be sanctioned by the tribunal and any other purposes incidental thereto in accordance with such rules as may be prescribed. Okay, ഇനി ക്ലെയിം പ്രോസസ്, അല്ലേ? claimant can apply to authority constituted by central government, അല്ലേ? അപ്പൊ നമുക്ക് അതോറിറ്റിയുടെ കാര്യം ഒന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതോറിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫണ്ട്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? IEPF. കൺസിസ്റ്റിംഗ് of a chairperson and such other members not exceeding 7 and chief executive officer as the central government may appoint. അല്ലേ? അപ്പൊ നോക്കിയേ, എന്താണ്? IPF-ന് അതോറിറ്റി ഉണ്ട്, അല്ലേ? ഈ IPF-ന് അതോറിറ്റി ആരാ വെച്ചേക്കുന്നത്? ആരാ? നോക്കിയേ, നമുക്ക് നോക്കാം, അല്ലേ? ആൻ അതോറിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട് കൺസിസ്റ്റിംഗ് of chairperson and such other members not exceeding 7 and chief executive officer as the central government may appoint. അല്ലേ? അപ്പൊ ഇവിടെ അപ്പോയിന്റ് ചെയ്യാനൊക്കെ ഉള്ള പവർ ആർക്കാ? സെൻട്രൽ ഗവൺമെന്റിന്, അല്ലേ? ഓക്കെ, അതോറിറ്റി ഉണ്ട്, IPF-ന് അതോറിറ്റി ഉണ്ട്. എത്ര പേരാണ്? ചെയർപേഴ്സൺ ഉണ്ട്, ആൻഡ് സച്ച് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 7, അല്ലേ? കൺസിസ്റ്റിംഗ് ഓഫ് ചെയർപേഴ്സണും പിന്നെ സച്ച് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 7. പിന്നെ ആരാണ്? ആൻഡ് CEO, അല്ലേ? ഇത് ആരാ അപ്പോയിന്റ് ചെയ്യുന്ന? സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഇപ്പൊ ഒരു 10 കൊല്ലമായി അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിടക്കുക. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് 10 കൊല്ലമായി. അപ്പൊ ഈ 10 കൊല്ലം ആകുമ്പോൾ എന്ത് ചെയ്യും? ഇത് IPF-ലാണ് പൈസ കിടക്കുന്നത്. ഓക്കെ, ഒരു ഷെയർ ഹോൾഡർ വന്നിട്ട് ക്ലെയിം ചെയ്യുക. ആരുടെ അടുത്താ ക്ലെയിം ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്? ക്ലെയിമന്റ് ക്യാൻ അപ്ലൈ ടു അതോറിറ്റി. ഇതേ ഇവിടെ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്, ആണോ അല്ലയോ? യെസ്. അതോറിറ്റിയുടെ അടുത്ത് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അയാൾക്ക് അയാളുടെ ഡിവിഡൻഡ് കിട്ടണം. അതിപ്പോ എവിടെയാ? IPF-ലാ. അത് അതോറിറ്റിയുടെ അടുത്ത് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനിയും അതോറിറ്റിയുടെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കണ്ടു. ഇനിയും അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ്. അതോറിറ്റി മെയിൻറ്റെയിൻ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, അല്ലേ? IPF-നും അക്കൗണ്ട്സ് വേണം. ഓഡിറ്റ് വേണം. അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ആരാ? C&AG, അല്ലേ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇനി ആനുവൽ റിപ്പോർട്ടിംഗ്. അതോറിറ്റി പ്രിപ്പയർസ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് എ കോപ്പി ടു സെൻട്രൽ ഗവൺമെന്റ്, അല്ലേ? നോക്കിയേ, അതോറിറ്റി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ അതോറിറ്റിയെ മോളിൽ കണ്ടു. അതോറിറ്റി എന്ത് ചെയ്യണം? ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അത് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുകയും വേണം. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇത് പാർലമെന്റിൽ വെക്കും. സെൻട്രൽ ഗവൺമെന്റ് പ്രസന്റ് റിപ്പോർട്ട് ഏതാണ്? ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും എങ്ങോട്ട് പ്രസന്റ് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് പ്രസന്റ് റിപ്പോർട്ട് ടു പാർലമെന്റിൽ വെക്കും. ഓക്കെ, പാർലമെന്റിൽ വെക്കും. ഇനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഫോർ ലിസ്റ്റഡ് എന്റിറ്റീസ്. നോക്കി എന്താ പറയുന്നത്? ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി. ഇത് ആരാ ചെയ്യേണ്ടത്? ചിലർക്ക് നിർബന്ധമാണ്. മാൻഡേറ്ററി ഫോർ ടോപ്പ് 1000 ലിസ്റ്റഡ് എന്റിറ്റീസ്. എ ടോപ്പ് 1000 ലിസ്റ്റഡ് എന്റിറ്റീസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മസ്റ്റ് ഫോർമുലേറ്റ്, അല്ലെ? അവിടെ എന്താ പറയുന്നത്? മസ്റ്റ് ഫോർമുലേറ്റ് എ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ടോപ്പ് 1000 വരുന്ന ലിസ്റ്റഡ് എന്റിറ്റീസ് എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഉണ്ടാക്കണം. അല്ലേ? നോക്കിയേ, ഈ പോളിസി എവിടെ ഡിസ്ക്ലോസ് ചെയ്യണം? ദ പോളിസി മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദെയർ വെബ്സൈറ്റ്. അവരുടെ വെബ്സൈറ്റ് ഇടണം, ആണോ അല്ലയോ?
യെസ്, അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കണം അല്ലെ. ആൻഡ് വെബ് ലിങ്ക് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദെയർ ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, എന്താണ് ഈ പോളിസി എവിടെ ഇടണം? വെബ്സൈറ്റ് ഇടണം. അതിന്റെ ലിങ്ക്, വെബ് ലിങ്ക് എന്ത് ചെയ്യണം? ആനുവൽ റിപ്പോർട്ടിൽ കൊടുക്കുകയും വേണം. ഇനി പോളിസിയിൽ വരേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നോക്കി എന്താണ്? പാരാമീറ്റേഴ്സ് ഇൻ ദ പോളിസി, സർക്കംസ്റ്റാൻസസ് വെൻ ഷെയർ ഹോൾഡേഴ്സ് മേ ഓർ മേ നോട്ട് എക്സ്പെക്ട് ഡിവിഡൻഡ്. മക്കളെ, ഇതെന്താണ്? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസിയാ, ഒരു പോളിസിയാ അല്ലെ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി. അപ്പം അതിന്റെ അകത്ത് വരേണ്ട ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഏതൊക്കെ സർക്കംസ്റ്റാൻസസിൽ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യാം ഷെയർ ഹോൾഡേഴ്സ്, ഏതൊക്കെ സർക്കംസ്റ്റാൻസസിൽ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് കൊടുക്കണം. സർക്കംസ്റ്റാൻസസ് വെൻ ഷെയർ ഹോൾഡേഴ്സ് മേ ഓർ മേ നോട്ട് എക്സ്പെക്ട് ഡിവിഡൻഡ്. ഇനി ഡിവിഡൻഡ് ഡിക്ലറേഷന് എന്തൊക്കെ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഈ പോളിസിയിൽ കൊടുക്കണം. പിന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ, ഡിവിഡൻഡ് ഡിക്ലറേഷനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കൊടുക്കണം. പോളിസീസ് ആസ് ടു ഹൗ ദ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഷാൽ ബി യൂട്ടിലൈസ്ഡ്. ഓക്കെ, എന്താണ്? പൈസ, പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, കമ്പനിക്ക് റീറ്റെയിനും ചെയ്യാം. അപ്പൊ ഈ റീറ്റെയിൻഡ് ഏർണിംഗ്സ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ യൂസ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസിയും കാര്യങ്ങളും കൊടുക്കണം. പോളിസി ആസ് ടു ഹൗ ദ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഷാൽ ബി യൂട്ടിലൈസ്ഡ്, പാരാമീറ്റേഴ്സ് ദാറ്റ് ഷാൽ ബി അഡോപ്റ്റഡ് വിത്ത് റിഗാർഡ് ടു വേരിയസ് ക്ലാസ് ഓഫ് ഷെയർസ് അല്ലെ. വേരിയസ് ക്ലാസ് ഓഫ് ഷെയർസ് ഉണ്ടായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിടെ കൊടുക്കേണ്ടത്? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസിയിൽ കൊടുക്കേണ്ടത്. ഇനി നോക്കിയേ, ഓപ്ഷണൽ ഡിസ്ക്ലോഷർ ഫോർ അതർ ലിസ്റ്റഡ് എൻറ്റിറ്റി. മാൻഡേറ്ററി ആർക്കാ പറഞ്ഞേക്കുന്നത്? ടോപ്പ് 1000 ലിസ്റ്റഡ് എൻറ്റിറ്റീസിനാ. ഇനി നോക്കിയേ, ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ബിയോണ്ട് ടോപ്പ് 1000 ക്യാൻ വോളണ്ടറിലി ഡിസ്ക്ലോസ്. അവർക്ക് മാൻഡേറ്ററി ആണോ? അല്ല. ക്യാൻ voluntarily disclose their dividend distribution policy on their website and provide a web link in their annual reports. അല്ലെ, ടോപ്പ് 1000 മാൻഡേറ്ററിയാ. അത് കഴിഞ്ഞുള്ളവർക്ക് എന്താ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വമേധയാ തീരുമാനിക്കാം അല്ലെ, ഡിസ്ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കാം. ഓക്കെ, ഡിസ്ക്ലോസ് ചെയ്യാം അല്ലെ. എവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്? അപ്പൊ ടോപ്പ് 1000 എന്താണ്? മാൻഡേറ്ററി ആണ്. ബാക്കിയുള്ളവർക്ക്, അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് വോളണ്ടറിയാണ്. നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി വെക്കാം, അത് ഡിസ്ക്ലോസ് ചെയ്യുക, എവിടെ? വെബ്സൈറ്റിൽ ഇടാം. അതിന്റെ ഒരു വെബ് ലിങ്ക് എവിടെയും കൊടുക്കുക, ആനുവൽ റിപ്പോർട്ടിലും കൊടുക്കുക. ഓക്കെ, ആനുവൽ റിപ്പോർട്ടിലും കൊടുക്കുക. ഇനി അടുത്തത് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ്. സെക്ഷൻ 127 ഏതാ സെക്ഷൻ വരുന്നത്? സെക്ഷൻ 127 അല്ലേ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല അല്ലേ. കമ്പനി അവിടെ ഉഴപ്പി. നോക്കിയേ, ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബട്ട് നോട്ട് പെയ്ഡ് ഓർ നോ വാറന്റ് പോസ്റ്റഡ് വിതിൻ 30 days അല്ലേ. എന്താണ്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു പക്ഷെ കൊടുത്തില്ല, 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല. അല്ലെങ്കിൽ എന്താണ്? വാറന്റ് പോസ്റ്റ് ചെയ്തില്ല അല്ലെ, വിതിൻ 30 days. ഓക്കെ, എന്താണ് പണിഷ്മെന്റ് വരാം? നോക്കിയേ, ഇവിടെ യെല്ലോ കളറിൽ കിടക്കുന്ന നോക്കിയേ, ഡ്യൂ ടു സ്പെസിഫിക് റീസൺസ് അല്ലെ, ഡ്യൂ ടു റീസൺസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 127, ഡ്യൂ ടു റീസൺസ് സ്പെസിഫൈഡ് ഇൻ 127, നോ ഒഫൻസ് ആൻഡ് നോ പണിഷ്മെന്റ് അല്ലെ. 127 ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്പെസിഫിക് റീസൺസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ കമ്പനി എന്ത് ചെയ്തില്ല? ഡിവിഡൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കമ്പനിക്ക് പണിഷ്മെന്റ് വരുമോ? വരത്തില്ല. ഒഫൻസ് ആണോ? അല്ല. ഓക്കെ, അല്ലാത്ത കേസിൽ അതെന്താന്നുള്ളത് താഴോട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം അല്ലെ. അല്ലാത്ത കേസിൽ അതേഴ്സ്, ഡയറക്ടർ നോയിങ്ലി പാർട്ട് ടു ഡിഫോൾട്ട് അല്ലെ. ഡയറക്ടറിന് പണി കിട്ടാം. എത്രയാണ് നോക്കിയേ? ഇംപ്രിസൺമെന്റ് അപ് ടു 2 years, 2 കൊല്ലം വരെ തടവും. ആൻഡ് അല്ലെ, 2 കൊല്ലം വരെ അപ് ടു 2 years ആണ് അല്ലെ. ആൻഡ് ഫൈൻ നോട്ട് ലെസ് ദാൻ 1000 പെർ ഡേ. അയ്യോ, നോട്ട് ലെസ് ദാൻ 1000 ആണ്. അപ്പൊ മിനിമം എത്ര കിട്ടും? 1000 പെർ ഡേ ഫൈനും. എന്താണ് ഇവിടെ നോക്കിയേ? ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു പക്ഷെ പേ ചെയ്തില്ല വിതിൻ 30 days. അല്ലെങ്കിൽ എന്താണ്? നോ വാറന്റ് പോസ്റ്റഡ് വിതിൻ 30 days അല്ലെ. ഓക്കെ, ഇത് ഡയറക്ടർ നോയിങ്ലി പാർട്ട് ടു ഡിഫോൾട്ട്. എത്രയാണ് പണിഷ്മെന്റ് വരുന്നത്? ഇംപ്രിസൺമെന്റ് അപ് ടു 2 years അല്ലെ, 2 കൊല്ലം വരെ തടവ് കിട്ടാം. ആൻഡ് ഫൈൻ നോട്ട് ലെസ് ദാൻ 1000 പെർ ഡേ. അപ്പൊ മിനിമം 1000 പെർ ഡേ ഫൈനും വരും. പെർ ഡേ ആണ് അല്ലെ. ഇനി കമ്പനിക്കുള്ളതോ നോക്കിയേ, കമ്പനി പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 18% പെർ ആനം അല്ലെ. 18% സിമ്പിൾ ഇൻട്രസ്റ്റ് കമ്പനിക്ക് വരും.
ഇനി നോക്കിയേ, ഡ്യൂ ടു റീസൺ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 127, അല്ലെ, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു പക്ഷെ പേ ചെയ്തില്ല. എന്തുകൊണ്ടാ? 127 പറയുന്ന റീസൺ കാരണമാണ്. അങ്ങനെയാണ് കമ്പനിക്ക് എന്തില്ല? ഒഫൻസ് ഇല്ല, പണിഷ്മെന്റും ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. പ്രൊവൈഡഡ് ദാറ്റ് നോ ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് വേർ ദ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ് ബൈ റീസൺ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് എനി ലോ. നോക്കിയേ മക്കളെ, ഡിവിഡൻഡ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റാതിരുന്നത് ബൈ റീസൺ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് എനി ലോ ആണ്. ഓക്കെ, അതായത് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. രണ്ടുപേര് തമ്മിൽ പ്രശ്നമായി. എന്തിന്റെ പേരില്? ഈ ഷെയറിന്റെ പുറത്തെ ഓണർഷിപ്പിന്റെ പേരിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസായി. ഈ കേസ് ഇപ്പൊ എവിടെയാ? കോടതി നിൽക്കുക, അല്ലെ? കോടതി ഓർഡർ ഇട്ടേക്കുക. ആരാ ഓർഡർ ഇട്ടേക്കുന്നത്? നമ്മൾ ആരുമല്ല, കമ്പനിയുമല്ല, കോടതി ഓർഡർ ഇട്ടേക്കുവാണ്. എന്താണ്? ഈ കേസിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഡിവിഡൻഡ് ആർക്കും പേ ചെയ്യണ്ട, അല്ലെ? ആ ഷെയർ, ഓക്കെ, രണ്ടു പേര് തമ്മിൽ എന്താണ്? ഷെയർ ഹോൾഡിങ്ങിന്റെ കാര്യത്തില് തർക്കവും പ്രശ്നവും ഒക്കെയാണ്. ഇതെവിടെ നിൽക്കുക? കോടതി നിൽക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസാണ്. കോടതി ഓർഡർ ചെയ്തേക്കുവാണ്, അല്ലെ? ഇതിലൊരു തീരുമാനം ആകുന്നവരെ ആർക്കും ഡിവിഡൻഡ് കൊടുക്കണ്ട. കോടതി പറഞ്ഞേക്കുക. കമ്പനിക്ക് അതിന്റെ മോളിൽ കയറി ചെയ്യാൻ പറ്റുമില്ല. അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്തില്ല? ഡിവിഡൻഡ് പേ ചെയ്തില്ല. കമ്പനിയുടെ കുറ്റമെന്ന് പറയാൻ പറ്റുമില്ല. ഇനി അടുത്തത്, വേറെ ഷെയർ ഹോൾഡർ ഹാസ് ഗിവൻ ഡയറക്ഷൻസ് ടു ദ കമ്പനി റിഗാർഡിംഗ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദോസ് ഡയറക്ഷൻസ് കനോട്ട് ബി കംപ്ലൈഡ് വിത്ത് ആൻഡ് ദ സെയിം ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം, അല്ലെ? അപ്പൊ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു? ഓക്കെ, ഡിവിഡൻഡ് കിട്ടാനുള്ള ഷെയർ ഹോൾഡർ കമ്പനിക്ക് ഡയറക്ഷൻസ് കൊടുത്തു. പേയ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഡയറക്ഷൻസ് കൊടുത്തു. ഹാസ് ഗിവൻ ഡയറക്ഷൻ ടു ദ കമ്പനി റിഗാർഡിംഗ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഓക്കെ, പക്ഷേ ആ ഡയറക്ഷൻസ് പാലിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ദ ഡയറക്ഷൻസ് കനോട്ട് ബി കംപ്ലൈഡ് വിത്ത്. അപ്പൊ എന്ത് ചെയ്തു? അത് പാലിക്കാൻ പറ്റുന്ന ഡയറക്ഷൻ അല്ലായിരുന്നു. അത് കമ്പനിക്ക് മനസ്സിലായി. കമ്പനി ഇയാളെ കമ്മ്യൂണിക്കേറ്റും ചെയ്തു, അല്ലെ? ഷെയർ ഹോൾഡറിനെ കമ്മ്യൂണിക്കേറ്റും ചെയ്തു. കമ്പനിയുടെ കുറ്റമാണോ? ഷെയർ ഹോൾഡർ കമ്പനിയോട് ഒരു ഡയറക്ഷൻ കൊടുത്തേക്കോ, ഇന്ന രീതിയിൽ എനിക്ക് പേയ്മെന്റ് വേണം. ഓക്കെ, കമ്പനി അത് നോക്കിയപ്പോ എന്താണ്? ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല, ഡയറക്ഷൻസ് പാലിക്കപ്പെടാൻ പറ്റില്ല. അതെന്ത് ചെയ്തു? ഈ ഷെയർ ഹോൾഡറിനെ അറിയിച്ചു. ഇനി കമ്പനിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റത്തില്ല. അത് കമ്പനിയുടെ പ്രശ്നമാണോ? ഷെയർ ഹോൾഡർ ഡയറക്ഷൻ തന്നത്, അത് പാലിക്കാൻ പറ്റില്ല എന്നുള്ളത് കമ്പനിക്ക് മനസ്സിലായി. കമ്പനി എന്ത് ചെയ്തു? ഷെയർ ഹോൾഡറിനെ അറിയിക്കുകയും ചെയ്തു. ഓക്കെ, നോക്കിക്കേ, ആ രണ്ടാമത്തെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അല്ലേ? എന്താണ്? ഒരു ഷെയർ ഹോൾഡർ ഉണ്ട്. ഇയാള് എന്താണ്? ഡിവിഡൻഡ് കിട്ടാൻ അർഹനാണ്. ഓക്കെ, ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. ഇയാൾക്ക് ഡിവിഡൻഡ് കിട്ടാൻ അർഹനാണ്. ഇയാൾ എന്ത് ചെയ്തു? ഇയാള് കമ്പനിക്ക് ഡയറക്ഷൻ കൊടുത്തു. എന്താണ്? ഇയാളുടെ ഒരു ഫോറിൻ അക്കൗണ്ടിലോട്ട് പൈസ ഇടാൻ വേണ്ടി പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തു. എങ്ങോട്ടാണ്? ഫോറിൻ അക്കൗണ്ടിലോട്ടാ, അല്ലെ? സ്പെസിഫിക് ഫോറിൻ അക്കൗണ്ട്, അല്ലെ? ഡ്യൂ ടു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ, അല്ലെ? ആസ് പെർ ദി ലോ ഓഫ്, അല്ലെ, കൺട്രി, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ കാരണം എന്താണ്? ഈ അക്കൗണ്ടിലോട്ട് പൈസ ഇടാൻ കമ്പനിക്ക് പറ്റിയോ? പറ്റിയില്ല. കമ്പനി അത് ഇയാളെ അറിയിച്ചു, അല്ലെ? ഇയാൾ ഡയറക്ഷൻ കൊടുത്തു. എന്താണ്? ഇന്ന ഫോറിൻ അക്കൗണ്ടിലോട്ട് പൈസ ഇടണം, അല്ലെ? ഡ്യൂ ടു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. ഡ്യൂ ടു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ, കമ്പനിയുടെ കുറ്റമല്ല. ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസ് പ്രകാരം ആ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിലായപ്പോ കമ്പനി എന്ത് ചെയ്തു? ഇയാളെ അറിയിച്ചു. നിങ്ങൾ തന്ന ഡയറക്ഷൻ പാലിക്കാൻ പറ്റില്ല, കാരണം അറിയിച്ചു, അല്ലെ? ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ കമ്പനിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലെ? പറ്റുമോ? പറ്റില്ല. ഇനി അടുത്തത്, വേർ there is a dispute regarding the right to receive dividend. അല്ലെ? എന്താണ് അടുത്ത കേസ് വരുന്നത്? ഓക്കെ, ഒരു ഷെയർ ഹോൾഡർ, അയാൾ മരിച്ചുപോയി, അല്ലെ? ഓക്കെ, ഡിസ്പ്യൂട്ട് റിഗാർഡിങ്, അവിടെ എന്തുണ്ട്? ഒരു ഡിസ്പ്യൂട്ട് ആണ്, ഡിസ്പ്യൂട്ട്. ഓക്കെ, ഒരു ഷെയർ ഹോൾഡർ മരിച്ചുപോയി. അപ്പം എന്താണ്? അയാളുടെ സ്വത്തല്ലേ ഈ ഷെയർ? യെസ്. രണ്ട് പേര്, അല്ലെ, രണ്ട് മക്കള്, ഇവര് തമ്മിൽ തർക്കമായി. എന്താണ്? ഈ ഷെയർ എന്റെയാ, ഡിവിഡൻഡ് കിട്ടാൻ ഞാൻ അർഹൻ. അടുത്തയാൾ പറയുന്നു ഈ ഷെയർ എനിക്കുള്ളതാ, ഡിവിഡൻഡ് കിട്ടാൻ ഞാൻ അർഹൻ, അല്ലെ? കമ്പനി ആർക്ക് കൊടുക്കും? കമ്പനിക്ക് ചുമ്മാ തോന്നിവാസം എടുത്ത് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? മൂത്ത മോൻ പറയുന്നു ഇതിന് അവകാശം ഞാനാ, ഇളയ മോൻ പറയുന്നു, അല്ലെ, അവകാശം ഞാനാ, അല്ലെ? അപ്പൊ അച്ഛൻ മരിച്ചുപോയി. ഓക്കെ, കമ്പനിക്ക് എടുത്ത് ഇത് ചുമ്മാതെ ഇങ്ങ് മൂത്ത മോന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇളയ മോന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഡിസ്പ്യൂട്ട് ഉണ്ട്, അല്ലെ? ഡിസ്പ്യൂട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കോടതി പോ, തീരുമാനിച്ചിട്ട് വാ, പൈസ തരാം, അല്ലെ? ഓക്കെ, അപ്പം ഈ കേസിൽ 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കമ്പനിയെ കുറ്റക്കാരാക്കാൻ പറ്റുമോ? പറ്റില്ല. നെക്സ്റ്റ് വൺ, വെയർ ദ ഡിവിഡൻഡ് ഹാസ് ബീൻ ലോഫുള്ളി അഡ്ജസ്റ്റഡ്
by the company against any sum due to it from the shareholder. ഇവിടെ നോക്കിയാൽ എന്താണ് എഗെയിൻസ്റ്റ് എനി സം ഡ്യൂ ടു ഇറ്റ് ഫ്രം ദി ഷെയർ ഹോൾഡർ അല്ലെ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഷെയർ ഹോൾഡർ അല്ലെ, അയാൾ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണ്. അയാൾ കമ്പനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്, അങ്ങോട്ട് എന്ത് ചെയ്യാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട് അല്ലെ. അപ്പൊ ക്രെഡിറ്റർ ആരാ, കമ്പനി. ഡെറ്റർ ആരാണ്, ഈ ഷെയർ ഹോൾഡർ അല്ലെ. ഇയാൾ എത്ര രൂപ കൊടുക്കാനുണ്ട്, 1,00,000 rupees കമ്പനിക്ക് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. എത്ര രൂപ, റുപ്പീസ് 1,00,000. ഇയാൾ ആർക്ക് കൊടുക്കാനുണ്ട്, കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ കമ്പനി എന്ത് ചെയ്യുവാണ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ഇയാൾ ഷെയർ ഹോൾഡർ ആണ്. നോക്കിയപ്പം ഇയാൾക്ക് 1,20,000 rupees ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ട് അല്ലെ. എത്രയാണ്, 1,20,000 അല്ലെ. അപ്പൊ നോക്കിക്കേ, 1,00,000 ഇയാൾ കമ്പനിക്ക് കൊടുക്കാനുണ്ട്. കമ്പനി ഇയാൾക്ക് 1,20,000 ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് അല്ലെ. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ കമ്പനി എന്ത് ചെയ്യുവാണ്, ഇയാള് തരാനുള്ള 1,00,000 ഇല്ലേ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ 1,20,000 ഡിവിഡൻഡ് കമ്പനി അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ഇയാള് കമ്പനിക്ക് ഇങ്ങോട്ട് 1,00,000 തരാനുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കി എത്രയാണ് ബാലൻസ് വരുന്നത്, ബാലൻസ് 20,000 അല്ലെ. ആ 20,000 എന്ത് ചെയ്യുവാണ്, ആ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. ബാലൻസ് എത്രയാ വരുന്നത്, 20,000. അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇയാൾക്ക് പറയാൻ പറ്റുമോ, കമ്പനി എനിക്ക് 30 ദിവസത്തിനുള്ളിൽ അല്ലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ 20,000 തന്നുള്ളൂ, 1,00,000 rupees കമ്പനി തന്നിട്ടില്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്തു, നിയമം പാലിച്ചില്ല, പറയാൻ പറ്റുമോ ഇയാൾക്ക്, പറ്റില്ല അല്ലെ. ഓക്കെ, ഇവിടെ നോക്കി എന്താ പറയുന്നത്, വേർ ദ ഡിവിഡൻഡ് ഹാസ് ബീൻ ലോഫുള്ളി അഡ്ജസ്റ്റഡ്. എന്താ വരുന്നത്, ലോഫുള്ളി അഡ്ജസ്റ്റഡ് ബൈ ദ കമ്പനി against any sum അല്ലെ ഡ്യൂ ടു ഇറ്റ് ഫ്രം ദി ഷെയർ ഹോൾഡർ. ഓക്കെ, ഇനി അടുത്ത കേസ്, വെയർ ഫോർ എനി അതർ റീസൺ അല്ലെ, വെയർ ഫോർ എനി അതർ റീസൺ അല്ലെ the failure to pay dividend or to post the warrant within the period under this section was not due to any default on the part of the company. എന്താണ്, ആ കമ്പനിയുടെ പ്രശ്നമല്ല അല്ലെ, കമ്പനിയുടെ പ്രശ്നമല്ല. അങ്ങനെ ഒരു കേസ് വരികയാണ്, നമുക്ക് നോക്കാം. ഫോർ എനി അതർ റീസൺ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, കമ്പനി സെപ്പറേറ്റ് അക്കൗണ്ടിലോട്ട് പൈസ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് മാറ്റണം. ഓക്കെ, വിത്തിൻ 5 days എന്ത് ചെയ്യണം, മാറ്റണം. അതും മാറ്റി. അത് കഴിഞ്ഞപ്പം നേഷൻ വൈഡ് ആയിട്ട് ബാങ്ക് എല്ലാം അങ്ങ് സ്ട്രൈക്ക് ആയെന്ന് വിചാരിക്കുക, സമരം. ഓക്കെ, ഒരു 10, 40, 45 ദിവസത്തേക്ക് എന്താണ്, ബാങ്ക് സമരം. ഒരു ബാങ്കും എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക അല്ലെ. അപ്പം ഇത് കമ്പനിയുടെ പ്രശ്നം കൊണ്ടാണോ കമ്പനിക്ക് പൈസ കൊടുക്കാൻ പറ്റാതാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കമ്പനി എന്ത് ചെയ്തു, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ മാറ്റി. ഇനി അവിടുന്ന് എന്ത് ചെയ്യണം, ആൾക്കാർക്ക് പേ ചെയ്യണം. പക്ഷേ ബാങ്ക് എല്ലാം സമരമായി. ഓക്കെ, പൈസ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയിൽ സമരമായി എന്ന് വിചാരിക്കുക. ഒരു കുറേ ദിവസത്തേക്ക് സമരമായി. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പൈസ കൊടുക്കാൻ പറ്റിയില്ല. ഇത് കമ്പനിയുടെ പ്രശ്നം കൊണ്ടാണോ? അല്ല. നോക്കിയേ, വേർ ഫോർ എനി അതർ റീസൺ the failure to pay dividend or to post the warrant within the period under this section was not due to any default on the part of the company. അല്ലെ, കമ്പനിയുടെ കുറ്റമല്ല. ഇത് കമ്പനിയുടെ കുറ്റമാണോ? അല്ല. അപ്പൊ ആ കേസിൽ കമ്പനിയെ നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്നത് ശരിയാണോ? അത് വേണ്ട. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, വേർ ഫോർ എനി അതർ റീസൺ failure to pay the dividend or to post the warrant within the period under this section was not due to any default on the part of the company. Was not due to any default on the part of the company. കമ്പനിയുടെ തെറ്റല്ല. ആ കേസിലും എന്ത് ചെയ്യാം, കമ്പനിയെ ശിക്ഷിക്കണ്ട, താമസിച്ചു അല്ലെ. പക്ഷെ അത് കമ്പനിയുടെ മിസ്റ്റേക്ക് ആണോ? കമ്പനിയുടെ മിസ്റ്റേക്ക് അല്ല അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു കേസ് നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, എന്ത് ചെയ്തു, കമ്പനി രജിസ്റ്റേർഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്ത് സംഭവിച്ചു, ഫ്ലഡ് ഉണ്ടായി അല്ലെ, ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കെ കയറി, ഇത് മുഴുവൻ നശിച്ചുപോയി. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഫിസിക്കൽ ഫോമിൽ വെച്ചേക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ട്.
വെള്ളം കയറി നശിച്ചു പോയി. അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഒക്കെ എന്ത് ചെയ്തു, വെള്ളം കയറി നശിച്ചു പോയി. ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാണ് ഇങ്ങനെ ഫ്ലഡ് ഉണ്ടായി നശിച്ചു പോയത് അല്ലെ. ഇനിയിപ്പം ആ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു പറഞ്ഞെങ്കിൽ സമയം എടുക്കില്ലേ? യെസ്. അപ്പോൾ കമ്പനി ആ കേസിൽ കുറ്റക്കാരാന്ന് പറയാൻ പറ്റുമോ? അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടല്ലേ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റർ എന്തൊക്കെ കാര്യത്തിനാണ് കമ്പനിയിൽ നിൽക്കാൻ ഉള്ള കേസുകൾ, മെയിൻ റീസൺസ്, 2 മെയിൻ റീസൺ. ഒന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആൻഡ് ഡിവിഡൻഡ് അല്ലെ. പ്രോഫിറ്റ് അല്ലെ, ഡിവിഡൻസ് ആർ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്, അതാണ് ഇത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, ഗുഡ് പേ ഔട്ട് കമ്പനി പേ മോസ്റ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ്. ഇനി ബാഡ് പേ ഔട്ട് കമ്പനി റീറ്റെയിൻ മോസ്റ്റ് പ്രോഫിറ്റ് ആസ് റിസർവ്. സെക്ഷൻ 8 കമ്പനി കനോട്ട് പേ ദ ഡിവിഡൻഡ്. ഇനി നോക്കിയേ, കമ്പനി കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഒന്നെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ചില കേസുകളിൽ എന്ത് ചെയ്യാം, കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് കമ്പനിക്ക് ആവശ്യമുള്ള എമൗണ്ട് റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ 2 ഓപ്ഷനാണ്, റീറ്റെയിൻ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് അറ്റ് AGM, ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബിറ്റ്വീൻ AGMs. ഓക്കെ, പിന്നെ സോഴ്സ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് കറന്റ് ഫിനാൻഷ്യൽ ഇയർ, പിന്നെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് എനി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഓർ ഇയേഴ്സ് ഓർ ബോത്ത്. പിന്നെ എന്താണ്, മണി പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെ. പിന്നെ എന്താണ്, ആ കമ്പനി ഫെയിലിംഗ് ടു റീപേ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഓഫ് പബ്ലിക് ഡിപ്പോസിറ്റ് അണ്ടർ സെക്ഷൻ 73 ആൻഡ് 74 ഷാൽ നോട്ട് ഡിക്ലെയർ ഡിവിഡൻഡ് ഓൺ എനി ഇക്വിറ്റി ഷെയർ. പിന്നെ എന്താണ്, വേറെ കേസ് എന്താ പറയുന്നത്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, കമ്പനിക്ക് ആ റിസർവിലോട്ട് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ സച്ച് പെർസെന്റേജ് ആസ് ഇറ്റ് മേ കൺസിഡർ അപ്രോപ്രിയേറ്റ് ടു റിസർവ് ഓഫ് ദി കമ്പനി. ഓക്കെ, ഇനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് റിസർവ്. ഇപ്പം ഒരു കേസ് എടുക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി, ആ കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡിവിഡൻഡ് കൊടുക്കാനില്ലെങ്കിൽ അവരെന്ത് ചെയ്യാം, ഫ്രീ റിസർവിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും. എവിടുന്നാണ്, ഫ്രീ റിസർവ്. ഓക്കെ, അപ്പൊ അതിന് ചില കണ്ടീഷൻ ഉണ്ട്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് നോട്ട് ടു എക്സീഡ് ആവറേജ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇൻ ലാസ്റ്റ് 3 years. പിന്നെ എന്താണ്, എമൗണ്ട് ഡ്രോൺ ഷാൽ നോട്ട് എക്സീഡ് 10% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് ആസ് പെർ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ എമൗണ്ട് ഡ്രോൺ shall first be utilized to set off the loss incurred in the financial year in which dividend is declared. പിന്നെ പറയുന്നത് എന്താണ്, ബാലൻസ് ഓഫ് റിസർവ് ആഫ്റ്റർ വിഡ്രോവൽ ഷാൽ നോട്ട് ഫോൾ ബിലോ 15% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് പെർ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് FS അല്ലേ. ഓക്കെ, പിന്നെ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ററിം ഡിവിഡൻഡ് ആർക്കാണ് അതോറിറ്റി, ബോർഡിനാണ് ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള അതോറിറ്റി അല്ലെ. ഓക്കെ, എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഡ്യൂറിംഗ് എനി ഫിനാൻഷ്യൽ ഇയർ ഓർ ബിറ്റ്വീൻ ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് AGM. സോഴ്സ് ഓഫ് ഡിവിഡൻഡ് എവിടുന്നാണ്, സർപ്ലസ് ഇൻ P&L, പ്രോഫിറ്റ് ഓഫ് ദ കറന്റ് ഫിനാൻഷ്യൽ ഇയർ ഓർ പ്രോഫിറ്റ് ജനറേറ്റഡ് അണ്ടിൽ ദ ക്വാർട്ടർ പ്രിസീഡിംഗ് ദ ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഡേറ്റ്. ലിമിറ്റേഷൻ ഓഫ് ഇന്ററിം ഡിവിഡൻഡ് നോക്കിയേ, ഇപ്പം ഒരു കേസ് നോക്കിയേ, എന്താണ്, if the company has incurred loss up to the end of the quarter before declaration, interim dividend cannot exceed the average of dividends declared in the previous 3 financial years. എന്താ പറയുന്നത്, അപ്പൊ ലോസ് ആണ് അല്ലെ. ഇപ്പൊ ഒരു ക്വാർട്ടറിൽ കമ്പനി എന്ത് ചെയ്യാണ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണ്, ഇപ്പൊ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ അപ്പൊ അതിന് മുന്നത്തെ വരെയുള്ള ക്വാർട്ടറുകളിൽ ലോസ് ആണ്, കമ്പനി ലോസിലാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ററിം ഡിവിഡൻഡ് cannot exceed എന്താണ്, ആവറേജ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇൻ ദി പ്രീവിയസ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് വിതിൻ 5 days ട്രാൻസ്ഫർ ടു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് വിതിൻ 30 days പേ ദ ഡിവിഡൻഡ്. പേ ചെയ്താൽ ഓക്കെ, അൺപെയ്ഡോ അൺക്ലെയിംഡോ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ട്രാൻസ്ഫർ ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് വിതിൻ 7 days. ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ പെർസെന്റേജ്. ട്രാൻസ്ഫർ ചെയ്തു, ഇനി നോക്കിയേ, ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ അൺപെയ്ഡ് ഫോർ 7 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ടു IEPF. പിന്നെന്താണ്, വിതിൻ 90 days ഓഫ് ട്രാൻസ്ഫർ അല്ലെ, ഏത് ട്രാൻസ്ഫർ ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് അല്ലെ. എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാക്കണം അൺപെയ്ഡ് ഡിവിഡൻഡിന്റെ അല്ലെ. നെയിം എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ നെയിം, അഡ്രസ്, എമൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം, കമ്പനിയുടെ വെബ്സൈറ്റിലും കാര്യങ്ങളിലും ഇടണം. ഓക്കെ, ഇനിയും അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വന്ന് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ അടുത്ത് ഷെയർ ഹോൾഡറിന് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ IEPF ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഓക്കെ, പല
വിധമാനമുള്ള തുകകൾ ഈ ഒരു ഫണ്ടിലോട്ട് വരും. ക്രെഡിറ്റ് ഇൻക്ലൂഡ് ഗ്രാന്റ്, ഡൊണേഷൻ, അൺപെയ്ഡ് ഡിവിഡന്റ്, മച്ചുവേർഡ് ഡിപ്പോസിറ്റ്, മച്ചുവേർഡ് ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓർ അതർ ഇൻകം റിസീവ്ഡ് ഔട്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഫ്രം ദ ഫണ്ട്. യൂട്ടിലൈസേഷൻ അല്ലെ, അൺക്ലെയിംഡ് എമൗണ്ട് റീഫണ്ട് കൊടുക്കാം, അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യാം ഏത് IEPF എമൗണ്ട്. പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ഗോർജ്ഡ് എമൗണ്ട് വരുന്ന കേസ് ഏതാന്നുള്ളത് നേരത്തെ ഡിസ്കസ് ചെയ്താണ്. റീഇംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസ് ഏത് കേസിലാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി എന്താണ് ക്ലെയിം? IPF കിടക്കുന്ന പൈസ ക്ലെയിം ചെയ്യണമെങ്കിൽ അതോറിറ്റിയുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം അല്ലെ. അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റി ഉണ്ട് അല്ലെ. IPF ഫണ്ട് കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ അതോറിറ്റി ഉണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് സച്ച് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിംഗ് 7 ആൻഡ് CEO. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? നോക്കിയേ, ഇവരൊക്കെ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ്. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് അല്ലെ, സെപ്പറേറ്റ് അക്കൗണ്ട്സും റെക്കോർഡ്സും ഒക്കെ അതോറിറ്റി വെക്കണം. ഓഡിറ്റ് ചെയ്യുന്നത് ആരാ? C&AG. ആനുവൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിട്ട് അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. സെൻട്രൽ ഗവൺമെന്റ് ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും എവിടെ വെക്കും? പാർലമെന്റിൽ വെക്കും. ഇനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി അല്ലെ, ടോപ്പ് 1000 ലിസ്റ്റഡ് എൻറ്റിറ്റി ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ത് ചെയ്യണം? as per മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടോപ്പ് 1000 ലിസ്റ്റഡ് എൻറ്റിറ്റി വരുന്ന എൻറ്റിറ്റീസ് എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഉണ്ടാക്കണം. അത് വെബ്സൈറ്റിൽ ഇടുകയും വേണം, വെബ് ലിങ്ക് ആനുവൽ റിപ്പോർട്ടിൽ കൊടുക്കുകയും വേണം. പിന്നെ എന്താണ് പോളിസി പാരാമീറ്റേഴ്സ് ഇൻ ദ പോളിസി, സർക്കംസ്റ്റാൻസസ് വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് മേ ഓർ മേ നോട്ട് എക്സ്പെക്ട് ഡിവിഡൻഡ്, ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് കൺസിഡർഡ് ഫോർ ഡിവിഡൻഡ് ഡിക്ലറേഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ, പോളിസി ആസ് ടു ഹൗ ദ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഷാൽ ബി യൂട്ടിലൈസ്ഡ്, parameters that shall be adopted with regard to various class of shares. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ആ പോളിസിയിൽ ഉണ്ടാവും അല്ലെ. പിന്നെ ടോപ്പ് 1000 ലിസ്റ്റഡ് എൻറ്റിറ്റി കഴിഞ്ഞിട്ടുള്ളവർക്ക് വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഇനി പണിഷ്മെന്റ് സെക്ഷൻ 127 പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു പക്ഷെ പേ ചെയ്തില്ല അല്ലെ. ഓക്കെ, വിതിൻ 30 days പേ ചെയ്തില്ല, അല്ലെങ്കിൽ വാറന്റ് വിതിൻ 30 days പോസ്റ്റ് ചെയ്തില്ല. ഓക്കെ, എന്താണ്? പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, ഏതാണ്? ഡയറക്ടർ നോയിങ്ലി പാർട്ടി ടു ഡിഫോൾട്ട്, ഇംപ്രിസൺമെന്റ് അപ് ടു 2 years ആൻഡ് ഫൈൻ നോട്ട് ലെസ് ദാൻ 1000 പെർ ഡേ. കമ്പനിക്ക് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 18% പെർ ആനം. പണിഷ്മെന്റ് ഉണ്ട്. ഇനി നോക്കിയേ, ഡ്യൂ ടു സ്പെസിഫിക് റീസൺ എന്താണ്? ഡ്യൂ ടു റീസൺ സ്പെസിഫൈഡ് ഇൻ 127 ആണെങ്കിൽ നോ ഒഫൻസ് നോ പണിഷ്മെന്റ് അല്ലെ. അപ്പം ഇവിടെ വരുന്ന കേസാണ് ഏത്? റീസൺ വരുന്നത്. അപ്പൊ ഈ കേസുകളാണെങ്കിൽ വിതിൻ 30 days കമ്പനി പേ ചെയ്തില്ല, കമ്പനിക്ക് കുറ്റമുണ്ടോ? പ്രശ്നമില്ല. ഓക്കെ, നോക്കിയേ ഏതൊക്കെയാ വരുന്നത്? വെർ ദ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ് ബൈ റീസൺസ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ലോ. ഇനി വേർ എ ഷെയർ ഹോൾഡർ ഹാസ് ഗിവൺ ഡയറക്ഷൻ ടു ദ കമ്പനി റിഗാർഡിംഗ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദോസ് ഡയറക്ഷൻസ് cannot be complied with and same has been communicated to him. പിന്നെ എന്താണ്? ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് നിലനിൽക്കുവാണ്. ആ കേസിലും കമ്പനി എന്ത് ചെയ്യുവാണ്? പേ ചെയ്യാതിരിക്കുക. കമ്പനിക്ക് കുറ്റമുണ്ടോ? കുറ്റമില്ല. പിന്നെ എന്താണ്? വേർ ഡിവിഡൻഡ് ഹാസ് ബീൻ ലോഫുള്ളി അഡ്ജസ്റ്റഡ് ബൈ ദ കമ്പനി അഗൈൻസ്റ്റ് എനി സം ഡ്യൂ ടു ഇറ്റ് ഫ്രം ദി ഷെയർ ഹോൾഡർ. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഇനി വേർ ഫോർ എനി അതർ റീസൺ ദ ഫെയിലിയർ ടു പേ ദ ഡിവിഡൻഡ് ഓർ ടു പോസ്റ്റ് ദ വാറന്റ് വിതിൻ ദ പീരീഡ് അണ്ടർ ദിസ് സെക്ഷൻ വാസ് നോട്ട് ഡ്യൂ ടു എനി ഡിഫോൾട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ കമ്പനി. ആ കേസിലും കമ്പനിക്ക് കുറ്റമുണ്ടോ? കുറ്റം ഇല്ല. ഓക്കെ, അപ്പം എന്താണ്? ഈ റീസണുകളാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഈ റീസണുകളാണെങ്കിൽ വിതിൻ 30 days കമ്പനി പേ ചെയ്തില്ല, വാറന്റ് പോസ്റ്റ് ചെയ്തില്ല, കമ്പനിക്ക് കുറ്റമുണ്ടോ? കുറ്റം ഇല്ല. ഓക്കെ.